ഇത് വിഗാണ്, കണ്ടോ? വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ. എന്റെ ജീവൻ പോകുന്നോടെ വരെ എന്റെ കുഞ്ഞെന്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞേ ഉള്ളൂ. ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒന്ന് ഹഗ് ചെയ്തട്ടെ. കൊറേ നാളുകളായിട്ട് വിചാരിച്ചാണ്, പക്ഷെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം രേണുസുതിയാണ്. രേണു ചേച്ചി നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? ആക്ച്വലി ഇപ്പം സത്യം പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഞാൻ. തേർഡ് കീമോ കഴിഞ്ഞ് ഒരു 10-12 ദിവസത്തിന് ശേഷം ഞാനൊന്ന് എന്തായാലും ഉണർന്നു എന്ന് പറയാം, ഒന്ന് വീണ്ടും ജനിച്ചെന്ന് പറയാം. കാരണം കീമോ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്കും അറിയാം, ആ അനുഭവിച്ചവരുടെ വീട്ടുകാർക്കും അറിയാം, അതായത് ആ പേഷ്യൻറ്റിനെ നോക്കുന്നവർക്കും അറിയാം. കാരണം അത് വളരെ ഒരു എന്താ പറയുക, ഒരു ഓർക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലൊരു ഭീകരതയാണ്. കാരണം ആ ഒരു കീമോ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം ആ ഒരു ദിവസം തൊട്ട് ഒരു 10-12 ദിവസത്തോളം നമ്മൾ അടക്കിടപ്പായിരിക്കും. നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരു പച്ചവെള്ളം, നമുക്ക് ദാഹമുണ്ട്, പക്ഷേ ഒരു പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൊമിറ്റിംഗ് ആണ്. നമുക്ക് ഒന്ന് അനങ്ങണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, കിടപ്പ് തന്നെയാണ്. നമ്മളെ ആ നോക്കുന്നവരില്ലേ, അവരെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഡോക്ടേഴ്സിനെ, അതുപോലത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ് ഞാനിപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു. ഇനി ഒരു 3 കീമോയും കൂടെ റിമൈനിങ് ഉണ്ട്. അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിയാണ് അടുത്തത് പ്ലാൻ. കീമോ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പൊ 12 ദിവസം ചേച്ചിക്ക് അനങ്ങാൻ പറ്റില്ല, വൊമിറ്റിംഗ് ആയിരിക്കും എന്ന് ചേച്ചി പറഞ്ഞു. ഈ ഒരു സമയത്തും, ഇപ്പൊ കീമോ കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചേച്ചീനെ പറ്റി കുറ്റം പറയുന്നവരുടെ കയ്യും കണക്കില്ലാത്ത ആ ഒരു രീതിയിൽ സൈബർ ബുള്ളിങ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതും കൂടെ കാണുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ, ചേച്ചി ആയതുകൊണ്ട് മാത്രം പിടിച്ചു തന്നാന്ന് ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ. അതെ, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഭീകരതയായിരുന്നല്ലോ ഞാൻ നേരത്തെയും അനുഭവിച്ചത്. ഇപ്പോഴും അതിനെന്തെങ്കിലും കുറവുണ്ടോ? അപ്പം ഈ അന്ന് കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ ആലോചിച്ചു, ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. നെവർ. അത് ഇതിലപ്പുറം കൂടുവാണ്. ഈ സാധനം കള്ളത്തരമാണെന്ന് പറയുന്ന ആൾക്കാരാണ് മുഴുവൻ. ഞാൻ ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒറ്റ മനക്കരുത്ത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ചിത്രയുടെ മുന്നിൽ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. വേറെ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് തോന്നുന്നത് സംസാരിക്കും അവർ ഈ ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ക്യാൻസറിൻ്റെ ഭീകരത, അതായത് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ ഉണർന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നമുക്കൊരു മനക്കരുത്ത് വേണം. അത് നേരത്തെ എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ 7 ആകുമ്പോൾ 35 വയസ്സിലോട്ട് കടക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പം ഈ ചിത്ര പറഞ്ഞ പോലെ ക്യാൻസർ വന്നിട്ടും എന്നെ വെറുതെ വിടുന്നില്ല. അപ്പോൾ അതിലപ്പുറം ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമല്ല. ഈ പൊതുവേ തന്നെ ഇപ്പം രേണുസുധിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ രേണുസുധി ഇന്ന് ബാത്റൂമിൽ പോയോ എന്ന് വരെ അറിയാനായിട്ടാണ് ആൾക്കാർക്ക് വ്യഗ്രതയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി ജനിക്കുന്നത് എന്നുള്ളത് ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാനത് നേരത്തെ, ഇപ്പം എനിക്കൊന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ക്യാൻസർ വിവരം ഞാൻ പുറത്ത് വിട്ടതിന് ശേഷം, ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു ചാനലിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അന്നും പറയുന്ന പോലെ എൻ്റെ കാര്യം, അപ്പം ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ റീച്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം എന്ത് കാണിച്ചാലും റീച്ച് ആകുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടാവാം അങ്ങനെ രേണുസുധി ബാത്റൂമിൽ പോയാൽ വരെ വാർത്ത കൊടുക്കുന്ന റീച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ച്, വിധവയായിട്ടുള്ളൊരു സ്ത്രീ, അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ അവൾ എന്തിനീ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു? നേരത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, അവള് ഭർത്താവ് മരിച്ചല്ലേ, സുധിച്ചേട്ടൻ്റെ പേരിൽ ഇവള് പിന്നെ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്, ഇവൾ എന്തിനാണ് ആൽബം ചെയ്തത്, ഇവൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? ഇത്ര നാളത്തെ കുറ്റം അതായിരുന്നു. ഇപ്പം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം, ഇവൾക്ക് അടങ്ങിയിരിക്കാൻ മേലെ,
ഇവളെന്തിനാണ് റീൽ ചെയ്യുന്നത്, അപ്പം ഞാൻ മാത്രം സന്തോഷിച്ചാൽ പാടില്ലെന്നാണോ? ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ക്യാൻസർ വന്നൊരു പേഷ്യൻറ്റ്, അവർക്ക് സന്തോഷിക്കാൻ പാടില്ല, ഒരു റീൽ ചെയ്യാൻ പാടില്ല, ഒന്ന് ചിരിക്കാൻ പാടില്ലേ, ഒന്ന് ലിപ്സ്റ്റിക് വേണ്ട, ഒന്ന് ഒരുങ്ങാൻ പാടില്ലേ? ബാക്കി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, റീല് ചെയ്യുന്ന ഞാൻ അവരുടെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, സന്തോഷിക്കണം, നിങ്ങൾ ഒരിക്കലും ഡൗൺ ആകരുത്, എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാവോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞവർ രേണുസുതിയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റമില്ല. ഇത്രയും നാള് സുധിച്ചേട്ടന്റെ വിധവ ഇപ്പൊ ക്യാൻസർ പേഷ്യന്റിന് അടങ്ങിയിരിക്കാൻ മേലെ അവൾ മരുന്നിന്റെ മണമായിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, അവൾ എന്തിനാണ് റീല് ചെയ്യുന്നത്? ഇതാണ് ഇപ്പം പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞവര് തന്നെയാണ് ഇന്നും പറയുന്നത്. ഇതിനൊരു വ്യത്യാസവും ഇല്ല, ആളുകൾക്ക് വ്യത്യാസമൊന്നുമില്ല, പിന്നെ കുറച്ച് വാക്കുകൾക്ക് പിന്നെ കുറച്ച് സംഭാഷണങ്ങൾക്ക് വ്യത്യസ്തത വന്നത്, അത്രേ ഉള്ളൂ. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഈ ഒരു കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് പലപ്പോഴും അതിന്റെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഞാൻ തന്നെ കണ്ടിട്ട് അയ്യോ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ കണ്ടന്റ് കൊണ്ട് അരി മേടിക്കുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ട്. അതെനിക്കറിയാം. കാരണം എന്നോട് വന്ന് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയ ഇതേതായി ചാനൽ, അത് ഞാൻ പുതിയ ചാനൽ ചേച്ചിയുടെ ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ചേച്ചിയുടെ ഒരൊറ്റ ബൈറ്റ് കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്, ഇനി ഞങ്ങൾ പച്ച പിടിച്ചോളൂ, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ചാനലിന്റെ പേര് പറയുന്നില്ല, നമ്മുടെ ഒരു മീഡിയയാണ്, ചാനലല്ല മീഡിയ, നമ്മുടെ ഈ ബൈറ്റ് എടുക്കുന്നത്. എന്നോട് പല പ്രാവശ്യം ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ആ ചേട്ടൻ എന്നോട് വന്ന് പറയും, ഞാൻ രേണുവിന് ഫുഡ് മേടിച്ചു തരാം. എന്താ ചേട്ടാ, രേണു കാരണമാണ് എൻ്റെ ചാനൽ എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടുന്നുണ്ട്. എപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ പുള്ളിക്ക്. പുള്ളിയുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ, ഫുള്ളും മില്യൺ അടിച്ച വീഡിയോസാണ് പുള്ളിക്ക്. അപ്പം പുള്ളി ഈയിടെ എന്നെ വിളിച്ചിട്ട്, രേണു, ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ചാനൽ ഇപ്പം കാണുന്നില്ലോ. ഞാൻ നിർത്തി, രേണു ഇനി എന്ന് തിരിച്ചു വരുന്നോ അന്നേ ഞാനിത് തുടങ്ങുന്നുള്ളൂ, കാരണം എനിക്ക് വേറെ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല രേണു എന്ന് പറയാറുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം എനിക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന പല നമ്മുടെ ഓൺലൈൻ മീഡിയാസും എൻ്റെ ഓരോ ബൈറ്റ്സ് എടുത്ത് അവർക്കൊക്കെ വ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ട്. എനിക്കറിയാം, എന്നെ വെച്ചിട്ട് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ചേച്ചി ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത പോലെ അല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. ഒരു സ്ത്രീ ഉണ്ട്, അവരെപ്പോഴും ചേച്ചിയുടെ കണ്ടന്റ് എടുത്തിട്ടാണ് അവര് അത് എനിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ അതായത് ലിറ്ററലി ചേച്ചിയുടെ കണ്ടന്റ് വെച്ചിട്ട് റീച്ച് ആകുകയും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കിയിട്ട് എന്താണ് അവർക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈസയാണ് കിട്ടുന്നത്. 68 ലക്ഷം രൂപയോളം ആ സ്ത്രീ ഉണ്ടാക്കിയെന്നാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞ ഒരു കാര്യം. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വെച്ചിട്ട് 68 ലക്ഷം, പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? അവർ വെറുതെ വിടുവോ? എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്നതിനൊരു മര്യാദയുണ്ട്, അതില്ല അവർക്ക്. ആ സ്ത്രീ, എനിക്ക് സ്ത്രീ എന്ന് പോലും ഞാൻ അവരെ പറയാൻ അവർക്ക് യോഗ്യതയില്ല. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിധവ, അവർ വിധവയാണെന്നാണ് പറയാറുള്ളത്. ഒരു വിധവയ്ക്ക് ഒരു വിധവേനെ മനസ്സിലാവും, അവരുടെ വിഷമവും വേദനയും. വിധവ പോട്ടെ, അത് വിട്ടു. ഒരു സ്ത്രീക്ക് ഒന്നും വേണ്ട, വിധവയും വേണ്ട, സ്ത്രീയും വേണ്ട. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം അതവരിലില്ല. എനിക്ക് തോന്നുന്നില്ല അവർ മനുഷ്യരാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നേക്കാം, അവൾക്ക് ഇപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല, അവൾ ക്യാൻസർ വന്നിട്ട് ഞാൻ പറയട്ടെ, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിലെ ഈ ഒരു എന്താ പറയുക ധൈര്യമാണ് ഞാൻ ഈ ക്യാൻസർ വന്നിട്ട് പിടിച്ചു നിൽക്കാൻ കാരണം. എനിക്കൊരു മോനുണ്ട്, ഒരു 7 വയസ്സ് ഇപ്പം ആകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഈ കരുത്തുണ്ടെങ്കിലേ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ കണ്ടു, ഒരു കുട്ടി തലേന്ന് ബർത്ത്ഡേ ആഘോഷിപ്പിറ്റേന്ന് മരിച്ചത്. എന്നെ 2 ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ അത് കണ്ടിട്ട്. ക്യാൻസർ പേഷ്യൻ്റാണ്, 22 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. ബർത്ത്ഡേ ആഘോഷിപ്പിറ്റേന്ന് മരിച്ചു. അപ്പം എന്നെ ചിന്തിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കറിയില്ല. നമുക്ക് ഇപ്പം ക്യാൻസർ വരണ്ട, ഇപ്പം വേണം ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ ഞാൻ മരിക്കാവുന്നതേ ഉള്ളൂ. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും, നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനോധൈര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇവരുടെ ഇതിന് അവർ ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയും. പക്ഷേ അവരുപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു അവരുപയോഗിക്കുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിൻ്റെ അടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ
ഒരു പോസ്റ്റർ, ഒരു തംനെയിൽ കാണിക്കാം. ആ തംനെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംനെയിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറുടെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് ഇത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഇതാണ്: ഗർഭമാക്കിയോ, കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ, സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ, ഞാൻ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ എന്നെപ്പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം, ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി, അബോഷനാക്കി എന്ന് പറയുന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ വൃത്തികെട്ട ഈ വ്ളോഗർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അതിന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. ഞാൻ എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എൻ്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും, ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോവുക, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ അപമാനിക്കുന്നതും എന്നെ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. ആർക്ക് കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള ആ കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആകട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല, നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതുവരെയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടം, അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറേ പാവം കമൻസ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റുമോ?
എനിക്ക് ആരെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ? തരാമെന്ന് പറഞ്ഞു ഒരുപാട് പേര്. ക്യാൻസർ ആയപ്പോൾ രേണുവിനെ സഹായിക്കും. ആര് തന്നേനോ തരാത്തേനോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്, എനിക്ക് ആരെയും ഒന്നും വേണ്ട. ആരോടും ഞാൻ ചോദിക്കുന്നുമില്ല. എന്നിട്ട് നാളെ പറയും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ പൈസ കൊണ്ടാണ്, അവള് ക്യാൻസർ വന്ന്. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാണെന്ന് പറയുന്നു. അപ്പം ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടായിരുന്നോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലാണ്. ആരും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നല്ലോ അവിടെ. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യഗ്രത, ഈ ഇടപെടാൻ? എനിക്കറിയില്ല. കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന് ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എന്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിട്ടിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാർ, രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും ഞാൻ. ഋതപ്പന് 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച്, ദൈവമേ, ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച്, അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല, എൻ്റെ കടമ ഞാൻ ചെയ്തതല്ല. എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രയും അറിയത്തില്ലേ ഈ സ്ത്രീയുമായിട്ട്? ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ. ദൈവമേ, എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരെയും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ആരോടും പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ. ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്നാ അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു. ഇന്ന് വരെ എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമോ രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിൻ്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് ഒരു പട്ടിണി കിട്ടിട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. ഇനി ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്കും പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുകൊണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്. ആരും അന്വേഷിക്കത്തെ, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ചേ. അങ്ങനെ എന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോൾ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനും ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ മുടി ഇത് വിഗ്ഗാണ്.
ചിത്രക്കറിയോ? ഇത് കീമോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺപീലി പോവും, നമ്മുടെ മുടി മുഴുവൻ പോവും, മുടിയെല്ലാം പൊഴിഞ്ഞു പോവും. ഇത് വിഗ്ഗാണ്. ഉണ്ട്, ഇത് വിഗ്ഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ. അപ്പോൾ ഇത്രയും വിഷമിച്ചിരിക്കുമ്പം ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാം, അമ്മയുടെ മുടി എന്ത് ചെയ്യേ? ഞാൻ പറഞ്ഞ മോനെ, അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന് അമ്മയ്ക്ക് ഉവാവാ, അപ്പോൾ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. അമ്മ ഇന്നും വന്ന് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ അമ്മ? ഞാൻ പറഞ്ഞു വരും മോനെ. ആ കുഞ്ഞിന് എന്നോട് സ്നേഹമുണ്ട്. ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കിയെന്ന് ഈ മനുഷ്യനറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കംകാർക്കറിയാം, എൻ്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എൻ്റെ ബന്ധുക്കൾ വീട്ടിൽ വന്നാൽ, എൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്നാൽ, എൻ്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്ന് എൻ്റെ അമ്മ പറയും, ദേ അവൻ്റെ കൊടുക്കുക, അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നവൻ മറന്നാണ് ഇപ്പോൾ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിനും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടാക്കി ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടുമില്ല, എനിക്ക് വേണ്ട. ക്യാൻസറായിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ICU കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? എന്നിട്ടൊരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്, അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പം ആരുടെ ഭാഗത്താണ് ന്യായം? എനിക്ക് അഹങ്കാരമാണെന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ, പൊന്നുപോലെ. എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ പോകത്തില്ലേ, ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എൻ്റെ കൊല്ലത്തെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ. എൻ്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്, അമ്മാൻ തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേന് നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാരഴുക്ക്, നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല, നമ്മുടെ വീട്ടുകാരവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹം 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. പിന്നെ ഞാൻ കേട്ടു, ഞാൻ കാരണം എന്തോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെന്തിനാ ഓടി എന്നെ കാണാനോ എൻ്റെ വാവുട്ടയെന്ന് പറഞ്ഞ് ഓടി വരുന്നത്? അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയാൽ അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം, ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എൻ്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ പണ്ടേ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ല ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാനും പല വ്ളോഗേഴ്സിന് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും എന്തിനാ മരിച്ചുപോയ ആ മനുഷ്യനെ വെറുതെ വീണ്ടും ഇതാക്കുന്നത് നമ്മൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല. ഈ കൊല്ലത്തെ വീട്ടുകാരായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം ശരിക്കും എന്താ? ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 2-3 വട്ടം വരുവയൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് എനിക്കന്ന് കാര്യങ്ങളൊന്നുമില്ല, പൈസ കാര്യങ്ങളില്ലാത്തപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഈ പുള്ളിയുടെ ചേട്ടൻ്റെ വൈഫ്, ഇപ്പം ഉള്ള അവരുടെ വല്യമ്മയെന്ന് പറയുന്ന ആളും വല്യച്ഛനും, ഇവരെനിക്ക് 500 രൂപ ഉള്ള കാര്യം പറ, 500 രൂപയൊക്കെ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, തന്നിട്ട് പറയുന്നതല്ല, തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു, തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. അതിന് എതിർപ്പുണ്ടായിരുന്നു അവർക്ക്? അതിന് ആദ്യമൊക്കെ ഇല്ല, എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകം മുഴുവനും ക്യാൻസർ ആകും. എത്രയോ പേരെന്നെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ, ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വണ്ണിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ചു ചോദിച്ചേക്കുന്നു. രേണു, ഇപ്പം ഞാൻ പറഞ്ഞു ഞാനന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, ചേച്ചിയാണ് ഫോൺ എടുത്തത്.
ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എത്രയോ ലോകത്തുള്ള നാനാവിധത്തിലുള്ള ആളുകൾ വിളിച്ചു വെച്ചു, സത്യമാകല്ലേ രേണു, സത്യമാണോ എന്ന് വിളിച്ചു വെച്ചു വ്ളോഗേഴ്സ് ഇട്ടപ്പോൾ തന്നെ. അതുപോലും ഇവരെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഇവർ വന്നിവിടെ എന്നിട്ട് പരിസരം നിരീക്ഷിക്കണം, ഞാനിനി എഴുന്നേക്കത്തില്ലെന്നറിയാനും. അങ്ങനെ എന്നെ പറയാം. കാരണം എന്നെ വേണ്ടാത്തവരെ ഇനി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനതിൻ്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ. അവൾ ക്യാൻസർ വന്ന് പിന്നെ അവൾക്ക് നാക്കിന് ഇല്ല, നാക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ട്രീറ്റ്മെൻറ്റ് പിടിച്ചു നിൽക്കുന്നതും ജീവനോടിരിക്കുന്നത്. അല്ല ഞാൻ പണ്ടേക്ക് ഇനി പിന്നെ ഇവരെന്നെ ഓർത്തത് എന്നെ പെട്ടി വെച്ച് ഞാൻ പോകുന്നോ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോകുന്നു, അങ്ങനെയാണോ ഓർത്തത്? അതായത് ചേച്ചി ഇപ്പോഴും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരൊറ്റ മനക്കരുത്തും ദൈവതുല്യമായിട്ടുള്ള ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റും കൊണ്ടും പിന്നെ നല്ല ആളുകളുടെ മനസ്സിൻ്റെ ആ ശക്തിയും പ്രാർത്ഥന, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ സ്വന്തം സഹോദരിയുടെ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ, പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് എനിക്കൊരു മാനേജറുണ്ട്. ഇപ്പോഴും ഞാൻ രേണുസുതി ആണെന്ന് അറിയുന്നത് ഈ മാനേജർ കരിഷ്മ വിളിക്കുമ്പോഴാണ്. എന്തും വിളിക്കും എന്നെ, മോനെ അവൾക്ക് വേണമെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ മാനേജർ പോസ്റ്റ് എപ്പോഴും അവൾക്ക്. ഞാൻ പറഞ്ഞു മോനെ നീ തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരിക്കുക. നമുക്ക് പഴയ പോലെ പിടിക്കണം, നമ്മൾ പ്രോഗ്രാം പിടിക്കണം, ഇനോഗ്രേഷൻ പിടിക്കണം, സിനിമ ചെയ്യണം, എല്ലാം ചെയ്യണം മോനെ. നീ എന്നും എന്നെ ഊർജം കൊണ്ടുതരുന്ന അവളാ കരിഷ്മയാണ്. അപ്പോഴാണ് ഞാൻ ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പല ആളുകളും ഞാൻ ഇപ്പോഴും തീരണം, ഞാൻ പെട്ടി വെക്കണം, എന്നെ പെട്ടി വെച്ച് ബൈ ബൈ പറഞ്ഞ് പോണം. ആദരാഞ്ജലി വരെ ഇട്ടിട്ടുണ്ടല്ലോ ഒരുത്തൻ. എനിക്ക് ക്യാൻസർ ആയപ്പോൾ തന്നെ ആദരാഞ്ജലി പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും.